السلام عليكم ورحمة الله وبركاته. الحمد لله الذي خلق البريات وجعل لهم في الحياة عبرا وعظات، ونشهد أن لا إله إلا الله، ونشهد أن سيدنا محمدا رسول الله صلى الله عليه وعلى آله وصحبه ومن سار على دربه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സഹോദരങ്ങളെ, അല്ലാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് ഓരോരുത്തരും വിചിന്തനം നടത്തുക, ചിന്തിക്കുക. സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ ജീവിതം? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നേരം വെളുക്കുന്നു, വീണ്ടും രാത്രിയാകുന്നു, ഇങ്ങനെ ഒരുപാട് ദിനരാത്രങ്ങൾ. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും ഉന്നതമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവനല്ലേ, ജീവിതമല്ലേ? ആ ജീവിതം നൽകിയവനോട് നന്ദി കാണിക്കാൻ നാം കടപ്പെട്ടവരല്ലേ? നോക്കൂ, നമ്മുടെ ജീവിതം മുഴുക്കെ ഒരുപാട് ഗുണപാഠങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ചിന്തിക്കുന്നവർക്കും ആലോചിക്കുന്നവർക്കും അത് മനസ്സിലാകും. വിശുദ്ധ ഖുർആൻ നിറയെ ഒരുപാട് മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളാണ്. എന്തിനാണ് ആ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്നത്? അതിൽ നിന്ന് നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാകാൻ, നമ്മുടെ ഹൃദയത്തിന് അതിലൂടെ ജീവൻ വെക്കാൻ. സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്ന് നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. വിശേഷിച്ചും വിശ്വാസപരമായ കാര്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ, ജീവിത സിദ്ധികൾ, ഇങ്ങനെ പലതും ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. ഇതൊക്കെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വീണ്ടും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവർ മാത്രമാണ് പ്രശംസിക്കപ്പെട്ടവരാവുക. അവരുടെ സ്മരണ ലോകത്തെന്നും നിലനിൽക്കും. അവർക്ക് അല്ലാഹുവിൻ്റെ പക്കൽ വലിയ പ്രതിഫലവും ഉണ്ടാകും. സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് അൽ ഈമാനു ബില്ലാഹി ഹിസ്നുൻ മനീഅ് വ മലാദുൻ റഫീഅ് എന്നതാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കരുത്ത്. അതാണ് നമ്മുടെ സംരക്ഷണം. അതാണ് നമുക്ക് ഉന്നതമായ ഉയർന്ന അഭയം നൽകുന്നത്. അതാണ്. നോക്കൂ, അല്ലാഹുവിൻ്റെ ഈ തണലിൽ നമ്മൾ ചെന്നു നിന്നാൽ നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാകുന്നില്ലേ? ആലോചിച്ച് നോക്കൂ. അല്ലാഹുവിൻ്റെ ആ തണലിനെ നാം ആശ്രയിച്ചാൽ നമ്മുടെ മനക്കരുത്തിന് ശക്തി പ്രാപിക്കുന്നില്ലേ? നമ്മുടെ ഉപജീവനം പോലും നന്നാകുന്നില്ലേ? അല്ലാഹു പഠിപ്പിക്കുന്നു, മൻ ആമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. ആണാകട്ടെ പെണ്ണാകട്ടെ, അല്ലാഹുവിലുള്ള ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവന് നാം സുഭിക്ഷമായ നല്ല ജീവിതം നൽകും. ഇത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. എത്രയെത്ര മനുഷ്യരെയാണ് നാം കാണുന്നത്, ജീവിത വിശാലതയിൽ നിന്ന് പിന്നീട് അവർ കുടുസിലേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴെല്ലാം ഈമാനാകുന്ന അതിശക്തമായ കപ്പലിൽ അവർ കയറി അല്ലാഹുവിൽ കടുപ്പമുള്ള തവക്കുലിലേക്ക് അവർ ചെന്നാൽ എന്താണ് കാണുന്നത്? കഠോരമായ അനുഭവങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതായി കാണുന്നു നാം, അല്ലേ?
എത്രയെത്ര പരീക്ഷണങ്ങളാണ് പിൽക്കാലത്ത് അനുഗ്രഹങ്ങളായി മാറിയത്. അതാണ് അള്ളാഹു പഠിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരമാണ് വിശ്വാസികളെ നാം സംരക്ഷിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്ക് ദൃഢമാകണം. അതെല്ലാ സന്ദർഭത്തിലും നമ്മുടെ ഉള്ളിലുണ്ടാകണം. അള്ളാഹു മാത്രമായിരിക്കണം പ്രതിസന്ധികളിൽ നമ്മുടെ അഭയം. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റായിരിക്കണം നമ്മുടെ ഉള്ളിൽ നിറയെ. ആ ദിക്ർ കൊണ്ട് മാത്രമേ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് മാത്രമേ, സ്മരണ കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിന് സംസ്കരണം കിട്ടൂ, നമ്മുടെ ഹൃദയത്തിന് സമാധാനം കിട്ടൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിഞ്ഞുകൊള്ളുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒന്നുകൊണ്ട് മാത്രമാണ് സമാധാനം ഉണ്ടാവുക. മറ്റുള്ള എല്ലാ സ്മരണകളും മാറ്റിവെക്കണം സഹോദരങ്ങളെ. നമ്മുടെ ഹൃദയത്തിന് ശാന്തി ഉണ്ടാകാൻ, ആനന്ദമുണ്ടാകാൻ, ഇടുക്കത്തിൽ നിന്ന് മനസ്സുകൾ വിശാലതയിലേക്ക് മാറാൻ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഇല്ലാതാകാൻ, അതാണ് വേണ്ടത്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. ഈ അല്ലാഹുവിനെ വിട്ട് മറ്റേതെങ്കിലും ചിന്തയിലേക്കാണ് നാം പോകുന്നതെങ്കിൽ ഫഇന്ന ലഹു മഈശതൻ ദൻകാ, കുടുസായ ജീവിതം അനുഭവിക്കേണ്ടി വരും. കുടുസായ ജീവിതം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്ര റഹ്മാനായ റഹീമായ ഈ റബ്ബിലുള്ള ഈമാൻ നാം ശക്തമാക്കുക. രണ്ടാമതായി ജീവിതം നമ്മെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അന്ന ദുആ ബാബുർ റജാ. ദുആ ആണ് സത്യത്തിൽ പ്രതീക്ഷയുടെ കവാടം. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതല്ലേ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ മനസ്സിനുള്ള സമാധാനം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രയെത്ര തകർന്ന ഹൃദയങ്ങളാണ്, എത്രയെത്ര തകർന്ന ഹൃദയങ്ങൾക്കാണ് പ്രാർത്ഥന പരിഹാരമായത്, ദുആ പരിഹാരമായത്. എത്രയെത്ര രോഗങ്ങൾക്കാണ് ദുആ കൊണ്ട് ശമനമുണ്ടായത്. എത്രയെത്ര മനോദുഃഖങ്ങളാണ് ദുആ കൊണ്ട് ഇല്ലാതായത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനോട് മാത്രമുള്ള ദുആയും, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാഠം. അള്ളാഹു നമ്മോട് പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞില്ലേ, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം. നിങ്ങളുടെ റബ്ബ് ആരാണെന്നോ? വല്ലാത്ത ലജ്ജയുള്ളവനാണ്, അതിമാന്യനാണ്. യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ ഇലൈഹി യദഹു അൻ യറുദ്ദഹുമാ സിഫ്റാ. അറിയണം, ആ അള്ളാഹുവിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഇരു കൈകളും ഉയർത്തിയാൽ ആ കൈകൾ വട്ടപൂജ്യമായി മടക്കാൻ അള്ളാഹുവിന് ലജ്ജയാണ്, ലജ്ജ. അതാണ് അള്ളാഹു. അങ്ങനെയുള്ള ഒരു റബ്ബ് നമുക്കുണ്ടെങ്കിൽ ആ റബ്ബിലേക്ക് മാത്രമാകണ്ടേ നാം കൈ ഉയർത്തേണ്ടത്. ആ റബ്ബിലേക്കല്ലേ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നാം നമ്മുടെ കൈകൾ ഉയർത്തേണ്ടത്. അവിടെയാണ് നാം വിജയിക്കേണ്ടത്. സഹോദരങ്ങളെ, മൂന്നാമത്തെ പാഠം, ജീവിതം നമ്മളെയൊക്കെ പഠിപ്പിച്ച മൂന്നാമത്തെ പാഠം, അന്ന റിസ്ഖ ബിയദില്ലാഹ്. റിസ്ക് അള്ളാഹുവിൻ്റെ കൈകളിൽ മാത്രമാണ്. മാത്രം റസാഖ് അള്ളാഹു മാത്രമാണ്. ആ റിസ്ഖ് അള്ളാഹു അവൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അടിമകൾക്കിടയിൽ വ്യത്യസ്തമായ രീതിയിൽ വീതം വെച്ചിട്ടുണ്ട്. ആ റിസ്ക് കിട്ടാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ഒരുപാട് കാരണങ്ങൾ അള്ളാഹു ഉണ്ടാക്കി തന്നു. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ് ദുൽ ഖുവ്വത്തിൽ മതീൻ. ഭദ്രമായ കടുപ്പമുള്ള ശക്തിയുള്ള റസ്സാഖ്, ഉപജീവനം നൽകുന്നവൻ, ജീവിതത്തിന് ശാന്തി നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. മാത്രം വേറൊരാൾക്കും നമുക്ക് റിസ്ക് നൽകാൻ സാധ്യമല്ല. അതുകൊണ്ട് റബ്ബ് വീതിച്ചു തന്നതിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകണം. റബ്ബ് നമുക്ക് നൽകിയ ഈ നിഅമത്തിൽ നമുക്ക് ശുക്ർ കാണിക്കാൻ സാധിക്കണം. കഴിഞ്ഞു പോയതിനെ കുറിച്ച് അസ്വസ്ഥരാകേണ്ടവരല്ല നാം. നമുക്ക് വന്നു കിട്ടിയതിനെ കുറിച്ച് അന്യായമായ രീതിയിൽ ആഹ്ലാദിക്കേണ്ടവരുമല്ല നാം. ഒരു കാര്യം നാം ഓർക്കണം, അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തിയ ഒന്നും നഷ്ടപ്പെടൂല കേട്ടോ, ഒന്നും നഷ്ടപ്പെടൂല. അള്ളാഹു നമുക്ക് രേഖപ്പെടുത്താത്തത് ഒന്നും നമുക്ക് നേടാനുമാവുകയില്ല. ചിന്തിക്കണം സഹോദരങ്ങളെ. ജീവിതം നമ്മെ പഠിപ്പിച്ച നാലാമത്തെ പാഠം അന്ന സിദ്ഖ മൻജാത്. സത്യസന്ധത കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. സത്യസന്ധത കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ.
കള്ളത്തരങ്ങൾ വിജയിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഇന്നസ്സിദ്ഖ യഹ്ദീ ഇലൽ ബിർ, നന്മയിലേക്ക് നിങ്ങളെ നടത്തുക സത്യം മാത്രമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മനുഷ്യരുണ്ട് സത്യസന്ധമായി കച്ചവടം ചെയ്ത് വിജയിച്ചവർ. അന്യായമായ പലതും കച്ചവടത്തിൽ കലർത്തിയപ്പോൾ പരാജയപ്പെട്ടവർ എത്ര മനുഷ്യരുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ സത്യസന്ധരാകാൻ നമുക്ക് സാധിക്കണം. അഞ്ചാമതായി ജീവിതം നമ്മെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു പാഠം, അന്ന അദാ അൽ ഹുഖൂഖി മിൻ ഔജബിൽ വാജിബാത്ത്, കടമകൾ നിർവഹിക്കുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. നമുക്കൊക്കെ ഓരോ കടമകളുണ്ട്. ആ കടമകൾ നിർവഹിക്കുന്നവരാകണം. കടമകളെ നിർവഹിക്കാതിരിക്കുക എന്നത് അന്യായമാണ്, അക്രമമാണ്. എങ്ങനെയാണ് അന്യായം ചെയ്യുന്നവർ വിജയിക്കുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അന്യായം പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും അല്ലാഹു ഹിദായത്ത് നൽകുകയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കടമകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കടമകളെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആ കടമകൾ നിർവഹിക്കാൻ നാം സന്നദ്ധമാകണം. ഇല്ലെങ്കിൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, കടമകൾ നിർവഹിക്കാത്ത, അന്യായം ചെയ്യുന്ന അക്രമികളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഓർക്കണം, ജീവിതം നമ്മെ പഠിപ്പിച്ച ആറാമത്തെ പാഠം വളരെ പ്രധാനപ്പെട്ട പാഠമാണ് സഹോദരങ്ങളെ. അതെന്താണ്? അന്നൽ കലിമത്ത ത്വയ്യിബ യബ്ഖാ അസറുഹാ, നല്ല സംസാരം, നല്ല വാക്ക്, അതിന് മാത്രമേ യഥാർത്ഥത്തിൽ സ്വാധീനമുള്ളൂ, അതിന് മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ, അത് മാത്രമേ ശക്തമായ ഫലം കൊയ്യുകയുള്ളൂ. നിങ്ങൾ ആലോചിക്കൂ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, വൽ കലിമത്തു ത്വയ്യിബ സദഖ, നല്ല ഒരു വാക്ക് പറയുക എന്നത് പോലും സദഖയാണ് എന്ന്. നമുക്കൊക്കെ അറിയില്ലേ എത്രയെത്ര നല്ല വാക്കുകളാണ് പല മനസ്സുകളെയും സന്തോഷിപ്പിച്ചത്, പലർക്കും പ്രചോദനമായത്. നല്ല വാക്കുകൾ എത്രയാണ് പലതരത്തിലുള്ള തർക്കങ്ങളുടെയും തീജ്വാലകളെ കെടുത്തിക്കളഞ്ഞത്. നല്ല വാക്കുകൾ എത്രയാണ് മനുഷ്യരുടെ ഐക്യവും സ്നേഹവും ഉണ്ടാക്കിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവുകൾ നല്ല വാക്കുകളെ കൊണ്ട് മനോഹരമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. സഹോദരങ്ങളെ, ഏഴാമതായി ജീവിതം നമ്മെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, മറ്റുള്ളവരുടെ ജീവിത കഥകൾ വായിക്കുന്നവൻ തൻ്റെ ജീവിതത്തിലേക്ക് പല ജീവിതങ്ങളും കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ജീവിത ചരിത്രം നോക്കൂ, വിശുദ്ധ ഖുർആൻ നിറയെ അതാണ്. മുൻകഴിഞ്ഞു പോയ ഒരുപാട് നല്ല മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ എക്സ്പീരിയൻസുകൾ ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നു. എന്നിട്ട് പറയുന്നു, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, തീർച്ചയായും അവരുടെയൊക്കെ കഥകളിൽ, ചരിത്രങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് വലിയ ഗുണപാഠമുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നാം മഹാന്മാരുടെ കഥകൾ വായിക്കുന്നത്? ഓരോ കഥകളും, ഓരോ സംഭവങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കുന്നു. അതല്ലേ സത്യം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മഹാന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം. നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിലെ എക്സ്പീരിയൻസുകളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അധ്യാപകൻ. അതാണ്, അനുഭവങ്ങളാണ് അധ്യാപകൻ, അല്ലേ? ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അനുഭവങ്ങളെ കൊണ്ട് ജീവിതം കടഞ്ഞെടുത്തവരല്ലേ പ്രവാസികളായ നമ്മളൊക്കെ? എത്രയെത്ര അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം ജീവിതത്തിന് വ്യത്യാസം വരുത്തിയത്. ഒരു നല്ല അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല അധ്യാപകൻ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളെ അധ്യാപകരായി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഈ പ്രദേശം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE, പ്രതിഭാശാലികളായ, അനുഗ്രഹീതരായ ഒരുപാട് ഭരണാധികാരികളാൽ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ച നാടാണ്. നമ്മുടെ UAE-യുടെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റഅഹുല്ലാഹ്, അദ്ദേഹം ഈയിടെ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. ആ ഗ്രന്ഥത്തിന്റെ പേര് അല്ലമത്നി അൽ ഹയാ എന്നാണ്.
ജീവിതം എന്നെ പഠിപ്പിച്ചത്. അതിമനോഹരമാണ് ആ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരുപാട് മൂല്യവത്തായ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങളുടെ സമാഹാരമാണ് ആ ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയുന്ന ചില വരികൾ അതിമനോഹരമാണ്. അദ്ദേഹം പറഞ്ഞു, അന്നൽ വതന ഫരീഖുൻ കബീർ. നാടെന്ന് പറയുന്നത് ഒരു വലിയ ടീം വർക്കാണ്. വൽ ഫരീഖുൽ കബീർ വതനുൽ ലിൽ മുബ്ദിഈൻ. ആ ടീമുണ്ടല്ലോ, ആ വലിയ ടീം, അതാണ് യഥാർത്ഥത്തിൽ പുതിയ ആളുകൾക്കുള്ള നാടെന്ന് പറയുന്നത്. ഇന്നഹു ഖീമത്തുൻ കുബ്ര തഅലു വതർതഫിഉ ബിഅഅമാലിനാ വതദ്ഹിയാത്തിനാ. നിങ്ങൾ ആലോചിച്ചു, അതാണ് യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ മൂല്യം. അത് നമ്മുടെ പ്രവൃത്തികളും അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള സംഭാവനകളും അത് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഫകുല്ലുനാ മസ്ഊൽ. നമ്മളെല്ലാവരും ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഉത്തരവാദിത്തമുള്ളവരാണ്. വകുല്ലുനാ യസ്തതീഉ അൻ യുസ്ഹിമ ഫീ ഖൽഖി ഖീമതി അഅ്ലാ വഅസ്മാ ലിഔതാനിനാ. നാം നമ്മുടെ രാജ്യങ്ങൾക്ക് ഉന്നത മൂല്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സംഭാവന നൽകാൻ കഴിവുള്ളവരാണ്. നിങ്ങൾ ആലോചിക്കൂ, എത്ര മനോഹരമായ വരികളാണ്. അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഫൽകുല്ലു യദ്ഹബ് വയബ്ഖൽ വതൻ. എല്ലാവരും ഇവിടുന്ന് പോകും, പക്ഷേ നാട് ബാക്കിയാവും, ഇല്ലേ? അതുകൊണ്ട് നുഅതീഹി ബിലാ മുഖാബിൽ കമാ അതാനാ ദൗമൻ ബിലാ മുഖാബിൽ. അതുകൊണ്ട് നാട് നമുക്ക് സദാ പ്രതിഫലം കൂടാതെ തന്നതുപോലെ നാമും നാടിന് പ്രതിഫലം പ്രതീക്ഷിക്കാതെ നൽകുന്നവരായി മാറണം. അതുകൊണ്ട് ഫൽ വതനു അവ്വലൻ വൽ വതനു അഖീറൻ വൽ വതനു ദായിമൻ. നാടായിരിക്കണം ഒന്നാമത്തേത്, ആദ്യത്തേതും അവസാനത്തേതും നാടാകണം. എപ്പോഴും നാടിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇത് ഒരുപാട് പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്. നമ്മൾ ചെയ്യേണ്ടത് സഹോദരങ്ങളെ, നമ്മുടെ എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എത്ര എക്സ്പീരിയൻസാണ് നമുക്കൊക്കെ കിട്ടിയത്, എത്ര അനുഭവങ്ങൾ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ നന്മകളെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. അതാണ് വേണ്ടത്. നോക്കൂ, ഓരോ പ്രതിസന്ധിയും ഒരവസരമായിരുന്നില്ലേ നമുക്ക്? ആലോചിച്ച് നോക്കൂ, ഓരോ പ്രതിസന്ധിയും നമുക്കൊരവസരമായിരുന്നു. നമ്മുടെ കുട്ടികളോട് നമ്മളത് പറയണം. പ്രതിസന്ധികളുടെ മുമ്പിൽ അവർ തളർന്നു പോകാതിരിക്കാൻ. ഓരോ വഴിത്തിരിവിലും നമുക്കൊരുപാട് പാഠമുണ്ടായിട്ടില്ലേ? നമ്മുടെ മക്കളോട് പറയണം, ഓരോ വഴിത്തിരിവിലും നമുക്ക് ലഭിച്ച പാഠങ്ങൾ. ഈ രീതിയിൽ ജീവിതത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം على رسولك ونبيك محمد وعلى آله وأصحابه والتابعين. وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم احفظ دولة الإمارات. اللهم احفظ دولة الإمارات وسائر بلاد المسلمين يا رب العالمين. اللهم احفظ بحفظك الشيخ محمد بن زايد رئيس الدولة، ووفق نوابه ولي عهده الأمين الشيخ محمد بن راشد وإخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضاه. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين الذين انتقلوا إلى رحمتك يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. توفنا مسلمين والحقنا بالصالحين برحمتك يا أرحم الراحمين.